ടോപ്പ് ആൻഡ് ടേസ്റ്റിൻ്റെ കുക്കിംഗ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ എൻ്റെ റെസിപ്പി എല്ലാവരും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ലഡുവാണ്. വളരെ എളുപ്പത്തിൽ 3-4 ചേരുവകൾ ചേർത്ത് ഈ ലഡു എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഇതിനായി ഞാനിവിടെ 3 കപ്പ് കടലമാവാണ് എടുത്തിട്ടുള്ളത്. 125 മില്ലി കപ്പാണ് ഞാനിവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. ഇതിന് നമുക്ക് ഒരു അരിപ്പയിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം. ഇതിന് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം. ഇതിൻ്റെ കട്ടകളൊക്കെ മാറുന്ന രീതിയിൽ നമുക്കിത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. എല്ലാ മാവും ഞാനിവിടെ നന്നായി അരിച്ചെടുത്തിട്ടുണ്ട്. കട്ടകളൊക്കെ ഞാൻ മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർക്കേണ്ടത്. ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളമൊഴിച്ച് ഇതിനൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നമുക്കൊരു വിസ്ക് ഉപയോഗിച്ച് കുറേശ്ശെ വെള്ളമൊഴിച്ച് നമുക്കിതിനൊന്ന് ലൂസാക്കി എടുക്കാം. പക്ഷേ ഇത് നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഒത്തിരി ലൂസായി പോകരുത്, എന്നാൽ ഒത്തിരി കട്ടിയായും പോകരുത്. ഒരു മീഡിയം രീതിയിൽ നമുക്കിതിനൊന്ന് ലൂസാക്കി എടുക്കണം. ഞാനിവിടെ കാണിച്ചു തരാം. നമുക്ക് ലൂസാക്കുമ്പോൾ ഒത്തിരി കട്ടിയായിട്ട് നമ്മൾ ലൂസാക്കണ്ട. ഈ ഒരു രീതിയിൽ നമുക്കിതിനെ ഒന്ന് ലൂസാക്കി എടുക്കാം. അതിനോടൊപ്പം തന്നെ ഞാനൊരു നുള്ള് ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഈ ഒരു അളവ് നമുക്ക് മതിയാകും. ഇനി കളർ കൂടുതൽ വേണമെന്നുള്ളവർക്ക് കുറച്ചുകൂടെ മഞ്ഞൾപ്പൊടി ചേർക്കാം. ഇനി നമുക്ക് ഇതിനെ ബൂന്തിയാക്കി എടുക്കണം. നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ബൂന്തി തയ്യാറാക്കുക എന്നുള്ളതാണ്. ഞാൻ ഈ കാണിച്ചിരിക്കുന്ന ഇതുപോലുള്ള തവയിലേക്കാണ് ഞാൻ മാവ് കോരി ഒഴിക്കുന്നത്. തീ ഒരു മീഡിയം മാത്രമേ പാടുള്ളൂ. ഇതാ കണ്ടില്ലേ, ഞാൻ ഈ കാണിച്ചിരിക്കുന്നത് പോലെ തന്നെ നമ്മുടെ മാവ് ഈ തവയിലോട്ട് ഒഴിക്കുമ്പോൾ അതിൽ നിന്നും എണ്ണയിലേക്ക് വീഴുന്ന ഒരു രീതിയിലായിരിക്കണം നമ്മുടെ മാവിൻ്റെ ഒരു ലൂസ് എന്ന് പറയുന്നത്. തീരെ കട്ടിയായി പോയി കഴിഞ്ഞാൽ നമ്മുടെ മാവ് ഒരിക്കലും ഈ തവയിൽ നിന്ന് താഴേക്ക് വീഴില്ല. ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ബൂന്തി ഒരുപാട് വെന്ത് മൂത്ത് പോകാൻ പാടില്ല. ഇതൊരു മീഡിയം ആകുമ്പോൾ തന്നെ നമുക്കിതൊന്ന് കോരിയെടുക്കണം. ഇത് മൂത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് ശരിയായി കിട്ടത്തില്ല. ഇതൊന്ന് എണ്ണയിൽ നിന്ന് പൊങ്ങി വരുമ്പോൾ തന്നെ നമുക്കിതിനെ ഒന്ന് കോരിയെടുക്കാം. ഈ ഒരു ലഡു തയ്യാറാക്കാൻ നമുക്ക് ഒത്തിരി സമയമൊന്നും വേണ്ടി വരില്ല. വളരെ എളുപ്പത്തിൽ തന്നെ നമ്മുടെ വീട്ടിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമുക്കിത് തയ്യാറാക്കി കൊടുക്കാവുന്നതേ ഉള്ളൂ. നമ്മുടെ ബേക്കറിയിൽ നിന്ന് വാങ്ങുന്ന അതേ ടേസ്റ്റിലും രുചിയിലും തന്നെ നമുക്ക് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാം. ഇനി ഈ ബൂന്തിയെല്ലാം ഇവിടെ ഒന്ന് തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇതാ കണ്ടില്ലേ, ബൂന്തിയെല്ലാം തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത് ചെയ്യേണ്ടത് പഞ്ചസാര ലായനി തയ്യാറാക്കുക എന്നുള്ളതാണ്. ഞാനിവിടെ 1.5 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്കൊരു 1/2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇതിന് നമുക്ക് നൂൽ പരുവം ആകുന്നത് വരെ ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഈ നൂൽ പരുവം ആയോ ഇല്ലയോ എന്നറിയാൻ വേണ്ടി നമുക്കിതിന് ഒരു കപ്പിൽ വെള്ളം എടുത്തിട്ട് അതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുമ്പോൾ ഇത് അരിഞ്ഞു പോയിട്ടില്ല എങ്കിൽ ഇത് ശരിയായി വന്നിട്ടുണ്ടെന്നാണ്. ഇതിപ്പോൾ ഒരു നൂൽ പരുവമൊക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ ബൂന്തി തയ്യാറാക്കിയത് ഇട്ട് കൊടുക്കാം. ബൂന്തി ഇട്ട് കഴിഞ്ഞാൽ ഒന്ന് ഇളക്കി കൊടുക്കുക മാത്രം ചെയ്താൽ മതി. ഒരുപാട് നമ്മൾ ഇതിനെ ചൂടാക്കാൻ പാടില്ല. ഇനി ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് വയ്ക്കാം. 1 സ്പൂൺ നെയ്യും ചേർത്ത് ഞാനിവിടെ നേരത്തെ തന്നെ അണ്ടിപ്പരിപ്പും ഉണക്കമുന്തിരിയും വറുത്തെടുത്തിട്ടുണ്ടായിരുന്നു. അതുകൂടി ഇതിലോട്ട് ചേർക്കാം. ഇനി ഈ ബൂന്തി ചെറുതായി ഒന്ന് തണുത്തതിന് ശേഷം ചെറു ചൂടോടെ തന്നെ നമുക്കിതിനെ ഒന്ന് ഉരുളകളാക്കി എടുക്കാം. തീർച്ചയായും ഇത് നിങ്ങളും ഒന്ന് തയ്യാറാക്കി നോക്കണം. നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്കും മുതിർന്നവർക്കും ഒക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്നതാണ് നമ്മുടെ ലഡു എന്ന് പറയുന്നത്. ഇത് കണ്ടു കഴിഞ്ഞാൽ ആരും ഇഷ്ടപ്പെടാതിരിക്കില്ല. തീർച്ചയായും ഇത് നിങ്ങൾ ഉണ്ടാക്കി നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കണം. കടയിൽ നിന്ന് വാങ്ങുന്ന അതേ രുചിയിൽ നമ്മുടെ വീട്ടിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. നമുക്കിതിന് വേണ്ടി ഒരുപാട് ഐറ്റങ്ങളൊന്നും ആവശ്യമില്ല. കുറച്ച് ചേരുവകൾ മാത്രം മതിയാകും. നിങ്ങൾക്കിത് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും നിങ്ങളും ഇത് തയ്യാറാക്കി നോക്കണം. ഇന്നത്തെ എൻ്റെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കൂടാതെ നിങ്ങൾ ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുമ്പോൾ പുതിയ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.